വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. താരതമ്യേന വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് FW ടൈലറാണ്. നമ്മളുടെ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്ന FW ടൈലറാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് കൂടിയ റേറ്റിൽ റെമ്യൂണറേഷൻ കൊടുക്കുക. അതേപോലെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള തൊഴിലാളികൾ ഉണ്ട് എങ്കിൽ അവർക്കുള്ള റെമ്യൂണറേഷൻ കുറയ്ക്കുക. ദാറ്റ് മീൻസ് അവർക്കൊരു ഒരു പെനാൽറ്റി പോലെ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ ശിക്ഷ പോലെ അവർക്കൊരു കുറഞ്ഞ റേറ്റിൽ കൊടുക്കുകയും അങ്ങനെ അവരെ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു എയിം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? വെറുതെ അല്ല ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ടൈം സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി. ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അത് സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് സംതിങ് ആവാം, ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആവാം. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബേസിൽ രണ്ട് പീസ് റേറ്റുകൾ ഉണ്ടാക്കും. ഒരു ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡിൽ കുറവാണ് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ ഹി വിൽ ബി പെയ്ഡ് അറ്റ് ദ ലോ റേറ്റ്. ദെൻ ദർ വിൽ ബി എ ഹൈ റേറ്റ് ഓൾസോ ഫോർ ഔട്ട്പുട്ട് എബവ് ദ സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ അറ്റ് ഓർ എബവ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയോ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൊഴിലാളികളെ എഫിഷ്യൻ്റ് ആണെന്ന് കരുതുന്നു. അവർക്കുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു ഹൈ റേറ്റിൽ പേയ്മെൻറ്റ് നടത്തുന്നു. ഇനി എങ്ങനെയാണ് ഈ ലോ റേറ്റ്, എന്താണ് ലോ റേറ്റ്, എന്താണ് ഹൈ റേറ്റ് എന്നുള്ളതൊന്ന് നോക്കാം. ലോ റേറ്റ് എന്ന് പറയുന്നത് നോർമൽ റേറ്റ് എത്രയാണോ, അതായത് ഓർഡിനറി റേറ്റ് എത്രയാണോ അതിൻ്റെ 80%, അതാണ് ലോ റേറ്റ്. ഹൈ റേറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി റേറ്റ് എത്രയാണോ അതിൻ്റെ 120%. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോർമൽ റേറ്റ് 10 രൂപയാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് 80%-ൽ പേയ്മെൻറ്റ് നടത്തും. എന്ന് വെച്ചാൽ 10 രൂപ നോർമൽ റേറ്റിൻ്റെ ആയ 10 രൂപയുടെ 80% എന്ന് വെച്ചാൽ 8 രൂപയായിരിക്കും അവർക്ക് കൊടുക്കുക. ഓക്കെ. ഹൈ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമൽ റേറ്റ് 10 രൂപയാണ് എങ്കിൽ അവർക്ക് എത്ര രൂപ വെച്ച് കൊടുക്കും? 10ൻ്റെ 120%, അതായത് ഒരു യൂണിറ്റിന് 12 രൂപ വെച്ചിട്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇങ്ങനെയാണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 10 യൂണിറ്റ്സ് പെർ അവർ. നോർമൽ ടൈം റേറ്റ് ₹5 per hour. 80% of the piece rate for below standard. പീസ് റേറ്റ് കൊടുക്കുന്നത്, അതായത് ബിലോ സ്റ്റാൻഡേർഡ് ആണ് ഔട്ട്പുട്ട് എങ്കിൽ 80% ഓഫ് പീസ് റേറ്റ് ആണ് അവർ കൊടുക്കുന്ന റേറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. 120% ഓഫ് പീസ് റേറ്റ് ഫോർ എബവ് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു വർക്കർ ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ഈ പീസ് റേറ്റിൻ്റെ നോർമൽ റേറ്റ് എത്രയാണോ അതിൻ്റെ 120%. ഈ സ്റ്റാൻഡേർഡിൽ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 5ൻ്റെ 80% കൊടുക്കുകയുള്ളൂ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ. In a 10-hour day, A produced 80 units and B produced 110 units. Calculate wages of two workers under A. Taylor's differential piece rate system, B. Straight piece rate system. അതായത് രണ്ട് തൊഴിലാളികളുണ്ട്, എയും ബിയും. എ 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ബി 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവരുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുക. എ കാറ്റഗറി മീൻസ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിലും സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിലും ഇവർ രണ്ട് പേർക്കും എത്ര വേജസ് ആണ് കിട്ടുക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ അവർ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. നോർമൽ ടൈം റേറ്റ് 5 per hour. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 10 യൂണിറ്റ്.
ഇവിടെ തൊഴിലാളികൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തത്? ഇൻ എ 10-hour ഡേ എന്നാ പറഞ്ഞത്. ദാറ്റ് മീൻസ് ദേ ഹാവ് വർക്ക്ഡ് ഫോർ 10 hours. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ 10 hours എത്രയായിരിക്കും? 10 × 10 100 യൂണിറ്റ്സ്. ഓക്കെ, സോ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്. 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഉള്ള അവിടെ എ പ്രൊഡ്യൂസ് ചെയ്തത് 80 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അയാൾക്ക് എത്ര റേറ്റ് കൊടുക്കണം? ലോ റേറ്റ് കൊടുക്കണം. ബി പ്രൊഡ്യൂസ് ചെയ്ത് 110 ആണ്. അപ്പോൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഇവിടെ 110 പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അയാൾ എഫിഷ്യൻ്റ് ആണ്, അയാൾക്ക് ഹൈ റേറ്റിൽ കൊടുക്കണം. ഇനി നമുക്ക് റേറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം, ഫിക്സ് ചെയ്യാം. അപ്പോൾ ഓർഡിനറി പീസ് റേറ്റ് ആദ്യം എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് പെർ അവർ 10 യൂണിറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ നോർമൽ ടൈം റേറ്റ് ചോദിച്ച് തന്നതാണ് 5 രൂപ. 1 മണിക്കൂറിന് 5 രൂപ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നോർമൽ ടൈം റേറ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ് 1 മണിക്കൂറിന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റിന് എത്ര രൂപയാണ്? 1 മണിക്കൂറിൽ 5, 1 മണിക്കൂറിൽ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് റേറ്റ് പെർ യൂണിറ്റ്. അതായത് നോർമൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോർമൽ ആയിട്ടുള്ള പീസ് റേറ്റ് ദാറ്റ് മീൻസ് ഒരു പീസിന് വരുന്ന റേറ്റ്, 1 യൂണിറ്റിനുള്ള റേറ്റ്. 1 മണിക്കൂറിൽ 5 രൂപ, 1 മണിക്കൂറിൽ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ 1 യൂണിറ്റിന് 5 ഡിവൈഡഡ് ബൈ 10 0.50. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ റേറ്റ്. ഈ റേറ്റിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എടുക്കുമ്പോൾ ലോ പീസ് റേറ്റ് എന്ന് പറയുന്നത് ഈ റേറ്റിൻ്റെ 80%, ഹൈ റേറ്റ് എന്ന് പറയുന്നത് ഈ റേറ്റിൻ്റെ 120%. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ലോ പീസ് റേറ്റ് 80% ഓഫ് 0.50 ദാറ്റ് ഈസ് 80 × 0.50 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് 0.40. ഓക്കെ, അതേപോലെ ഹൈ പീസ് റേറ്റ് എന്ന് പറയുന്നത് ഈ 50യുടെ അല്ലെങ്കിൽ 0.50യുടെ 120% ദാറ്റ് ഈസ് ഈക്വൽ ടു 0.60. ഓക്കെ, ദെൻ എ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 80 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അയാളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് 10 hours 100 യൂണിറ്റ് വേണം. അപ്പോൾ അയാളുടെ ഔട്ട്പുട്ട് 80 ആയതുകൊണ്ട് അയാളുടെ വേജസ് എന്ന് പറയുന്നത് ലോ റേറ്റിൽ കൊടുക്കും. ലോ റേറ്റ് 0.4 ആണ്. സോ 80 × 0.4 32 രൂപ. ഓക്കെ, ബി 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അയാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം ഹൈ റേറ്റിൽ. അപ്പോൾ 110 യൂണിറ്റ് ഇൻറ്റു അയാൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് ഇൻറ്റു ഹൈ റേറ്റ്. ഹൈ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 0.6 ആണ്. സോ യു മൾട്ടിപ്ലൈ 110 × 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 66. ദിസ് ഈസ് ഹിസ് വേജസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ ഇതാണ് ഇവരുടെ വേജസ്. നമ്മളോട് ഒന്നുകൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രേറ്റ് പീസ് റേറ്റിൽ എത്രയായിരിക്കും എന്നുള്ളത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. സ്ട്രേറ്റ് പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളവിടെ വി ആർ ഹാവിങ് എ നോർമൽ റേറ്റ്. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നോർമൽ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1 യൂണിറ്റിന് 0.50 എന്നുള്ള റേറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിനെ ഈ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. എ പ്രൊഡ്യൂസ് ചെയ്തത് 80 യൂണിറ്റ്സ് ആണ്. സോ അണ്ടർ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം 80 × 0.5 ദാറ്റ് ഈസ് 40 rupees. ദാറ്റ് ഈസ് ഹിസ് ഏണിങ്സ്. ഫോർ വർക്കർ ബി 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 55 രൂപ. ഓക്കെ, അപ്പം ഈ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ 40 രൂപ കിട്ടുന്ന ഒരാൾക്ക് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ 32 രൂപയെ കിട്ടുള്ളൂ. കാരണം എന്താണ്? അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് വേണ്ട, അവിടെ വെറും 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് അയാൾക്കൊരു ശിക്ഷ എന്നുള്ള നിലയിലാണ് ഇതിവിടെ കൊടുക്കുന്നത്. സോ ഹി വിൽ ബി ട്രൈയിങ് ടു പ്രൊഡ്യൂസ് അപ് ടു ദ സ്റ്റാൻഡേർഡ് ലെവൽ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം ഇയാൾ എഫിഷ്യൻ്റ് ആണ്. എഫിഷ്യൻ്റായ അയാൾക്ക് കുറച്ച് കൂടുതൽ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ പക്ഷേ അത്തരം പരിഗണനകളൊന്നുമില്ല. ഇവിടെ പിന്നെ എല്ലാത്തിനും ഒരു സെയിം റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റവും ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.